ഹലോ ഫാമിലി, ഞാൻ രശ്മിയാണേ. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പിയായി ഓക്കെ ആയിരിക്കണു കരുതുന്നു. നമ്മൾ പിന്നെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അല്ലേ. പതിവ് പോലെ തന്നെ ഇന്നും നമ്മളൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ വലിയ ലോങ് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഓർക്കും, പിന്നെ ഇതൊന്നും വീഡിയോ ഒന്നും ആക്കൂല, ഉള്ളത് തട്ടിക്കൂട്ടി ഞാൻ അങ്ങനെ വ്ളോഗാക്കുക, അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവം വന്നിട്ടുണ്ട്. പോകെല്ലാം ശരിയാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഇടിച്ചക്ക സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പരിപ്പും തക്കാളിയും കൂടെ ആദ്യം വേവിച്ചു. അതിലോട്ട് ഇടിച്ചക്ക നുറുക്കിയിട്ട് നല്ലോണം വെന്ത് ഉടങ്ങിയതിന് ശേഷം പുളി ഒഴിച്ചൊന്നും തിളപ്പിച്ചു. പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ തേങ്ങ നല്ലോണം വറുത്ത് അതങ്ങോട്ട് അരച്ച് പാരുക, അത്രയേ ഉള്ളൂ. പിന്നെ കടുവും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് കായം കൂടി ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. ഞാൻ ഇവിടെ ചെർപ്പളശ്ശേരി എത്തിയതിന് ശേഷമാണ് ഇതുപോലെ ഇടിച്ചക്കയും കൊണ്ടുള്ള സാമ്പാറൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെയൊക്കെ വീട്ടിൽ ഈ പറഞ്ഞ കൂട്ട് വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, ഉള്ളി അങ്ങനെയൊക്കെയാണ് സാമ്പാറൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ്, വെറുതെ പറയല്ല. വെറും ഇടിച്ചക്ക ഇട്ടിട്ട് ഇങ്ങനെ സാമ്പാറാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി വെക്കിട്ടാ, എപ്പോഴേലും ഇടിച്ചക്ക കിട്ടുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഇടിച്ചക്ക കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള കഷ്ണം കൊണ്ട് ഞാനൊരു ഉപ്പേരി ആക്കുകയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഇടിച്ചക്ക നല്ലോണം മൂത്ത് ഒരു ചക്കക്കുട്ടിയായിരുന്നു ഏകദേശം. അതുകൊണ്ട് ഉപ്പേരി നന്നായിരുന്നില്ല. പുഴുക്കിലേക്ക് ഞാൻ അത് തന്നെ ഇട്ടത്, തിരുവാതിരയുടെ അന്ന് ഈ ഇടിച്ചക്കയുടെ ഒരു കഷ്ണം, അത് പ്രശ്നം ഉണ്ടായില്ല. സാമ്പാർ അടിപൊളിയായി. ഉപ്പേരി ഒരു രുചി ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ചക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉപ്പേരിക്ക് ടേസ്റ്റ് കുറവാകുമല്ലോ. എന്നാലും ഇടിച്ചക്ക പ്രാവശ്യം കിട്ടിയിട്ടേ ഇല്ല. ആ കാരണം കൊണ്ട് ഞാനതങ്ങനെ ഉപ്പേരിയാക്കി എങ്ങനെയൊക്കെയോ കഴിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ഏട്ടൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഈ ഇറച്ചി കിട്ടിയപ്പോഴേ എന്തോ ഒരു പഴഞ്ചൊല്ല ഓർമ്മ വന്നു. എന്താപ്പോൾ വീട്ടു ചോറുണ്ടെങ്കിൽ വിരുന്ന് ചോറുണ്ടെന്നോ? അത് നേരെ ഓപ്പോസിറ്റ് ആണോ, അതോ ആ പദങ്ങളുടെ സ്ഥാനത്ത് വേറെ പദമാണോ എന്ന് എനിക്ക് ധാരണയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുമാതിരിയായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം. എന്താ സാമ്പാറുണ്ട്, ഉപ്പേരിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ മൂപ്പര് ഇറച്ചിയും കൊണ്ടുവന്ന് തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുപോകില്ല, പറയാണ്ടിരിക്കുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ കാട്ടണമെന്ന് വെച്ചാൽ അത് നല്ല നല്ല കഷ്ണങ്ങളൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ട് വറുക്കാൻ വേണ്ടി അടുപ്പ് വെച്ചു. കുറച്ച് തൈരും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ പെനച്ച് പെനച്ച ഇറച്ചീനെ കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മളതെടുത്ത് വറുത്തത് കേട്ടോ. ബാക്കിയുള്ളത് ഇതുപോലെ ഒരു മൂടിയുള്ള പാത്രത്തിൻ്റെ ഉള്ളിലാക്കി വെച്ച് അങ്ങനെ ഫ്രിഡ്ജിലേക്കും വെച്ചു. ഇനി വൈകിട്ട് വല്ലതും ആക്കാമെന്ന് ഓർത്തിട്ടേ. ഉച്ചമ്പപ്പം എന്തായാലും സാമ്പാറൊക്കെ ഉള്ളതല്ലേ, സാമ്പാർ ഉണ്ടെങ്കിൽ എൻ്റെ ആദ്യക്ക് ചിക്കൻ കറിയൊന്നും വേണ്ട. അച്ചൂട്ടനാണെങ്കിൽ ചിക്കൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വറവോ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഒരു കറി വേണ്ട. എൻ്റെ രണ്ട് മക്കളും രണ്ട് തരമാണ് കേട്ടോ. എൻ്റെ വ്ളോഗൊക്കെ കൃത്യമായിട്ട് കാണുന്നവർക്കറിയാം നമ്മുടെ അടുക്കളയുടെ കിടപ്പൊക്കെ ഒന്ന് ഇത്തിരി മാറിയിട്ടുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജും മേശയൊക്കെ വെവ്വേറെ സ്ഥലങ്ങളിലല്ലേ കടന്നിരുന്നേ. അതിൻ്റെ പിന്നിൽ വേറെ ആരുമല്ല, എൻ്റെ ആദ്യമാണ് കേട്ടോ. ഈ ചെക്കനുണ്ടല്ലോ, എപ്പോഴേലും ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഹോബിയാണ്. അതെന്ന് വെച്ചാൽ നമ്മളെ കട്ടിൽ കിടക്കുന്ന ഭാഗത്ത് നിന്ന് അത് നീക്കി അവിടെ അലമാറയിടുക, അലമാറ കിടക്കുന്നിടത്ത് നിന്ന് അത് നീക്കി അവിടെ മേശയിടുക, മൊത്തം സ്ഥാനങ്ങൾ മാറ്റി മറിക്കുക. അങ്ങനെ ഒരു രൂപമാറ്റം ഉണ്ടാക്കിയാണ് എൻ്റെ അടുക്കളേനെ. ഇനിയിപ്പോൾ എന്താണെന്ന് എതിർത്തിട്ട് വേറെ ഭാഗത്തേക്ക് നീക്കിയിടുക, ഒന്നും പറയാനാവില്ല ആർക്കും. എപ്പോഴാണ് ഓന് എന്താ തോന്നുക എന്നുള്ളത്. വെച്ചുണ്ടാക്കുന്ന ഇടയിൽ തന്നെ മാക്സിമം പറയുന്ന പാത്രങ്ങൾ കഴുകിയെടുക്കാൻ നോക്കൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സിങ്കിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടും പാത്രം. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഞ്ഞടുക്കളയ്ക്ക് കയറാൻ തന്നെ ഇഷ്ടമില്ല. കുക്കറിലാട്ടോ ഞാൻ ആദ്യം ഇടിച്ചക്ക കഷ്ണം വേവിച്ച്, എന്നിട്ട് വെന്തില കണ്ടപ്പോഴാണ് അതിനെടുത്തിട്ട് ഞാൻ അടുപ്പത്ത് ചട്ടിയിലേക്ക് ആക്കിയത്. എന്നിട്ടും അതിന് യാതൊരു മാറ്റവും. ഞാൻ ഈ കയ്യിലും വെച്ച് ഇളക്കിയപ്പോൾ എൻ്റെ കയ്യിലൊതുങ്ങി നല്ലണ്ട്. ഇടിച്ചക്ക അതേപോലെ ഞാൻ നന്നിട്ട് കിടക്കുകയാണ്. സംഭവം അത് ആ ഇടിച്ചക്കയുമെന്ന് വിട്ട് ചക്ക എൻ്റെ പ്രശ്നം കൊണ്ടാണ്, വേവാത്തോണ്ടല്ല. അപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ അതിലിട്ടിട്ട് സമയം കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താക്കി, അതിനെ അങ്ങോട്ട് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കില്ലേ കല്ല്, അതിൻ്റെ ആ ഇടിമുട്ടിക്കല്ലെടുത്തിട്ട് അതിനെ ഇങ്ങനെ ചതച്ച് ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ചതച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ, അത് ചതയിനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുത്തി വിരകുന്ന മാതിരിയൊക്കെയാണ് ആക്കി തീർത്തത്. അതിങ്ങനെ കടന്ന് നീളുക എന്നല്ലാണ്ട് ഉടയണേ ഇല്ല. ഇടിച്ചക്കയൊക്കെ കിട്ടുമ്പോഴേ ചെറിയ ഉള്ളിയും ചുമന്ന മുളകൊക്കെ കുത്തി അങ്ങനെ വെക്കുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക. ഇവിടെ എല്ലാവർക്കും അങ്ങനെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ ഒരു ആലഭാരം കൂട്ടാൻ നിൽക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ആലഭാരം കൂട്ടിയിട്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. ഇത് തിന്നില്ലെന്ന് അറിയൂലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വായി കിടന്ന് നീളുന്ന മാതിരിയുള്ളൊരു രൂപത്തിലാണ് സംഭവം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ആലഭാരം കൂട്ടിയിട്ടില്ല കേട്ടോ. വെറുതെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചുമന്ന മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് അതെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉപ്പേരി ചതച്ച് വെച്ചത് അതിലോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ.
നമ്മൾ പെണ്ണുങ്ങളുടെ കുക്കിങ്ങിൻ്റെ സ്റ്റൈല് ഒരു 2-3 സ്റ്റേജിൽ എത്താൻ സാധ്യതയുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് നമ്മളെ വീട്ടിലാവുമ്പോൾ അവിടുത്തെ ഒരു രീതി കുക്കിംഗ് എന്ന് വെച്ചാൽ നമ്മളെ അമ്മമാരുണ്ടാക്കുന്ന പൊടികളൊക്കെ ഇട്ട് അവരുണ്ടാക്കുന്ന രീതിക്കൊക്കെ ആയിരിക്കും നമുക്ക് കുക്ക് ചെയ്യാൻ അറിയുണ്ടാവുക. നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് വെച്ചുണ്ടാക്കിയില്ലെങ്കിലും നമുക്കൊരു ഐഡിയ അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ അതുപോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയാൽ അവിടുത്തെ ഒരു കുക്കിംഗ് രീതി അങ്ങനെ ആ ഒരു രീതിക്ക് അവരുടെയൊക്കെ ഇഷ്ടത്തിന് അവരോട് ചോദിച്ചിട്ടല്ലേ നമ്മൾ പൊടികളും കാര്യങ്ങളൊക്കെ ഇടുക, ഉപ്പേരിയൊക്കെ ആക്കുക, അങ്ങനെയൊക്കെ ആക്കും. പിന്നെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് താമസിക്കാനും കുടുംബം നോക്കാനും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മളുടേതായ കുറച്ച് ടിപ്സ്, ഈ 3 സംഭവങ്ങളും കൂടെ ചേർന്നൊരു പുതിയ രീതിയിലുള്ള കുക്കിങ്ങിലോട്ട് മാറും അല്ലേ? അങ്ങനെ ഞാനും മാറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കുക്കിങ്ങൊക്കെ കണ്ടിട്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഫോൺ വിളിക്കുമ്പോൾ പറയും, നീ എന്തിനാടി ഈ ഉപ്പേരിയിലൊക്കെ ഇത്ര അധികം വെളുത്തുള്ളി ഇടുന്നേ, എന്തിനാ ചട്നിയിലും മാവിലൊക്കെ നെയ്യ് ഒഴിക്കണേ? ഇതൊന്നും കണ്ടിട്ട് എൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും അത്രയും വ്യത്യസ്തരായിട്ടാണ് എൻ്റെ കുക്കിങ്. അതുപോലെ എൻ്റെ അമ്മ എൻ്റെ വീഡിയോസിൽ മിക്കവാറും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്നറിയോ? എന്തേലും വെച്ചുണ്ടാക്കിയാൽ ഞാൻ അപ്പം തന്നെ ഇന്ന് കൈയിട്ട് മാന്തി തിന്നണത്. എൻ്റെ അമ്മയൊക്കെ എന്തേലും വെച്ചുണ്ടാക്കിയാണ്ടല്ലോ ഉപ്പ് നോക്കാൻ വേണ്ടി ഒന്ന് തോണ്ടി നാവുമ്പോൾ വയ്ക്കുന്നല്ലാണ്ട് തിന്നൂല. മക്കൾ തിന്നാണ്ട് അമ്മ തിന്നൂല കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എന്തേലും ഉണ്ടാക്കിയാൽ ഇഷ്ടമുള്ളതാണേ ഞാൻ തിന്നും. ഓർക്ക് ഞാനൊരു ഓരോരല്ല 2 ഓര് തന്നെ മാറ്റി വയ്ക്കും. പക്ഷേ ഞാൻ തിന്നാണ്ട് ഓർക്ക് കൊടുക്കുക. അമ്മാരി പരിപാടി ഒന്നും എൻ്റെ അടുത്ത് വഴിപ്പോവില്ല. അപ്പോൾ ഒരു ദിവസം ഞാനും അമ്മയും കൂടി ഈ വക ഒരു വർത്താനം ഉണ്ടായി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയാണ്, എന്നിട്ടും നിങ്ങൾക്കൊക്കെ അമ്മയ്ക്ക് 100,000 കുറ്റങ്ങളാണ്. ഞാനൊന്നും എൻ്റെ മക്കൾക്ക് കൊടുക്കാണ്ട് ഒന്നും തിന്നിട്ടുമില്ല തിന്നിട്ടില്ല ഇനി. അപ്പം ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയും, അന്ത കാലമല്ല അമ്മ ഇന്ന കാലം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ ടോപ്പിക്കിലോട്ട് അങ്ങ് ചാടിപ്പോവും. അത്രയൊക്കെയുള്ള എന്തായാലും വർത്താനത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ എല്ലാം നല്ല രീതിക്ക് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ മാക്ക് തിന്ന് കയറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് ആ മറ്റേ സംഗതികളെല്ലാം അങ്ങ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോഴത്തേക്കും വിശന്ന് വയറ് കത്തി കരിഞ്ഞ മണമൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും. വേറെ ഒന്നുമല്ല, ചിക്കൻ കണ്ടിട്ട് തന്നെയാണ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. ഏട്ടൻ കോലായിട്ട് ഊണ് കഴിക്കാൻ വേണ്ടി ചമ്മളം പടുങ്ങി ഇരിക്കുകയാണ്. വേഗം കൊണ്ടേ വിശക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ അച്ചൂട്ടനും എന്തൊക്കെയോ പറയുന്നുണ്ട്. മിക്കവാറും അവൻ്റെ ഏട്ടനും അടി കൂടി കാണുമായിരിക്കും, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതല്ലാണ്ട് ഇപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് ഇത്രയും ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നുമില്ല. നല്ല രീതിക്ക് ചീത്ത പറയുമ്പോഴാണ് ഇങ്ങനെ വന്ന് ലെക്സും ലൈബോയും ആക്കിന്നെ സോപ്പ് ഇടണത് കേട്ടോ. ഇവിടെ ഇറച്ചിയൊക്കെ വറുക്കുമ്പോൾ നമ്മളിപ്പോൾ ഉച്ചാകുമ്പോൾ ഊണ് കഴിക്കാനുള്ള പാകത്തിന് മാത്രം ഇത്തിരി എടുക്കാൻ പറ്റില്ല, കുറച്ച് അതിനേക്കാളും കൂടുതൽ എടുക്കണം. എന്താ വെച്ചാൽ എന്നാൽ മാത്രമാണ് നമുക്ക് ചോറ് വിളമ്പുമ്പോൾ ഓരോ പ്ലേറ്റിക്ക് അല്ലെങ്കിൽ ഓരോരുത്തർക്ക് കുറേശ്ശെ വിളമ്പി എടുക്കാനുണ്ടാവും. ഇടയിലിടയിൽ ഇങ്ങനെ ഓരോരുത്തർ വരിക എടുക്കുക പോവുക, ഓരോരുത്തർ വരിക എടുക്കുക പോവുക. അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ഇപ്പം എടുക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക അങ്ങനെയൊന്നും പറയില്ലേ. ഓര് കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഓര് വയ്ക്കുക, അങ്ങനെ ഓർക്കും. അപ്പോളേ എൻ്റെ കാർക്കൂന്തലൊന്ന് കെട്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ചീർപ്പെടുത്ത് വരാൻ പറഞ്ഞതാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അടുക്കള മൊത്തം മുടിയാവും ഓർത്തിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി നിന്ന് തല പുറത്തേക്ക് ആക്കിയിട്ടാണേ മുടി കെട്ടിച്ചത്. എങ്ങനെയാക്കാൻ പറ്റൂല കേട്ടോ. എൻ്റെ തലമണ്ടേ തൊട്ടാൽ മുടിയാവും കയ്യിൽ, അത്രയും മുടി ഒഴിച്ചിലാണ്. അതൊന്നും ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ വണ്ടി പകുതി മുക്കാലും ഓടിയതല്ലേ, ഇനിയിപ്പോൾ അത്രയൊക്കെ മതി. എന്നാലുള്ള 2 തമ്പ് വെച്ച് ഞാൻ നല്ല രീതിയിൽ കൊണിയാറുണ്ടേ. അവൻ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. ഞാനുണ്ടല്ലോ എനിക്ക് മുടിയില്ലാത്ത സങ്കടമൊക്കെ പറയൂ കേട്ടോ. ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുമ്പോൾ മുന്നിക്കോടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നു കാണും. എന്നുവെച്ചാൽ അത്രയും ഉള്ളാണല്ലോ എൻ്റെ മുടിക്ക്. അപ്പം എൻ്റെ ആദ്യം പറയും, അമ്മ വിഷമിക്കേണ്ട അമ്മ, ഞാൻ ഒന്ന് പഠിക്കോട്ടെ. അപ്പോൾ അമ്മ അയൽക്കൂട്ടത്തിൽ നിന്ന് ഒരു ലോൺ എടുത്തു, അത് ഞാൻ അടച്ചോണ്ട് എന്നിട്ട് അമ്മയ്ക്ക് മുടിയെടു വെക്കാം നമുക്ക് ഒരു അരക്കറ്റ, എന്നിട്ട് വേണം എൻ്റെ അമ്മേനെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന്. ഓനെന്നെ കളിയാക്കി പറഞ്ഞാണെങ്കിലും കേൾക്കുമ്പോൾ എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടോ. അത് മിക്കവാറും പോകെ അങ്ങനെ വല്ലതൊക്കെ ചെയ്യേണ്ടി വരും. കൊഞ്ഞ് ഞാൻ കഷൻ്റെ ആവാറായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മളുടെ എല്ലാ പണിയോടും ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പാത്രം കഴുകണ്ട, അതിങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അത് കഴുകി അടുക്കളയും തുടച്ചത് കയറാൻ ഓർത്തു. ഇതാ നമ്മളെ വേവാത്ത ഇടിച്ചക്ക ഉപ്പേരി എടുത്തിട്ടുണ്ട്. ഉപ്പേരി അധികം ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് ഞാൻ എല്ലാവരും കിണ്ണത്തേക്കും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, തിന്നണേൻ്റെ ബാക്കി കളയാന്ന് കരുതിയിട്ടേ. പിന്നെ നമ്മളെ ചിക്കൻ വറുത്തതും അതുപോലെ നല്ല ഇടിച്ചക്ക സാമ്പാറും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവിച്ചാൽ എൻ്റെ അച്ചൂസിന് കൊടുത്തേണ്. അപ്പോൾ അവന് വേണ്ട അമ്മേ ഇടിച്ചക്കപ്പേരി വേണ്ടെങ്കിൽ ചിക്കൻ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് വിളമ്പിയെന്ന് എല്ലാവരുടെ കിണ്ണത്തിലേക്കും അങ്ങോട്ട് ഓരിയാക്കി കൊടുത്തതാണ്. അച്ചൂസിന് വെളിച്ചെണ്ണയും ഉപ്പിട്ടിട്ട് കുഴയ്ക്കുക ചെയ്തിട്ടോ. അവന് ഇറച്ചി വറുത്തതും മീൻ വറുത്തതും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കറിയൊന്നും കൂട്ടുന്നത് ഒട്ടും ഇഷ്ടമില്ല.
സത്യം പറയട്ടെ, ഞാനിങ്ങനെ ഈ വ്ളോഗ് ഇടാൻ ഇങ്ങനെ ഗ്യാപ്പ് വരാൻ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇക്കെന്നെ അറിയാം, പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല. നമ്മൾ ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോഴത്തേക്കും ഇതൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുള്ളൂ. എങ്കിലും കൂടെ നമുക്കൊരു തൃപ്തി വേണമല്ലോ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. എനിക്ക് തന്നെ എൻ്റെ വീഡിയോ ചിലപ്പോൾ അങ്ങോട്ട് കാണാൻ തോന്നും. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പൊക്കണേന്നല്ല കേട്ടോ. പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ എന്താക്കാനാണ്, ഇതിപ്പോൾ വീഡിയോ ആക്കണമെന്ന് വരെ തോന്നലുണ്ട്. അപ്പോൾ അത്രയും ശോകമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നിട്ടും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്ന നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേരുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഒരു കോണ്ടൻറ്റും ഒന്നും ഉണ്ടായിട്ടില്ല, നമ്മളോടുള്ള വെറും ഇഷ്ടം കൊണ്ടും മാത്രം. അങ്ങനെയുള്ളവരടുത്ത് ഞാൻ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇൻസ്റ്റയിലാണേലും വാട്സപ്പിലാണേലും ഒക്കെ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഒത്തിരി പേര്. വീഡിയോ അങ്ങനെ കണ്ടു, അതിലിങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, അത് നന്നായിട്ടുണ്ടായിരുന്നു, അത് നല്ലതാ, അതിപ്പോൾ ഭേദമായില്ലേ, അസുഖത്തിൻ്റെ കാര്യമായാലും എല്ലാം വിവരിച്ച് ചോദിക്കും കേട്ടോ. അപ്പോഴേക്ക് അറിയുമല്ലോ, ദൈവമേ ഇത്തിരി പോലും സ്കിപ്പ് ചെയ്യാണ്ട് ഇവരിത് കണ്ടിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളും ഒന്നുമില്ല, വെറുതെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെ വീഡിയോ കാണാം. അപ്പോൾ നല്ല നല്ല കണ്ടൻറ്റോട് കൂടി വ്ളോഗ് ചെയ്യണമെന്ന് മോഹമില്ലായിട്ടല്ല ഫ്രണ്ട്സ്, നിവൃത്തിയില്ലായിട്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഞാൻ സർവ്വ പ്രതീക്ഷകളും കൈവിട്ട് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉഷാർ ഉന്മേഷമൊന്നും ഉണ്ടാവില്ല. അപ്പം നല്ല നല്ല പ്രതീക്ഷകളും ശുഭാപ്തി വിശ്വാസങ്ങളും എല്ലാം നമുക്ക് വേണം, അല്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെയും നല്ല നല്ല ആഗ്രഹങ്ങൾ നിറവേറട്ടെ, എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും മാറട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.